ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ കഴിഞ്ഞ ദിവസം കുംഭഭരണിയായിരുന്നല്ലോ. അപ്പോൾ അത് കാണാൻ വേണ്ടി ഞങ്ങൾ പോയിരുന്നു. അപ്പോൾ മുതുവട്ടൂർ എന്നാണ് കേട്ടോ ആ സ്ഥലത്തിൻ്റെ പേര്. ചാവക്കാടും ഗുരുവായൂരിൻ്റെ ഇടയിലുള്ള സ്ഥലമാണ്. ചെട്ടിയാലക്കൽ ഭഗവതി ക്ഷേത്രമാണ് കേട്ടോ. അവിടെ റോഡ് സൈഡിൽ തന്നെയാണ് അമ്പലം കേട്ടോ. അപ്പോൾ അവിടെ എത്തിയപ്പോൾ മേളൊക്കെ ഇങ്ങനെ മുറുകി വരുന്നുണ്ടായിരുന്നു കേട്ടോ. അവസാനിക്കാറായി മേളങ്ങളൊക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഓരോ ഭാഗത്തു നിന്നുള്ള പൂരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോ പല ഐറ്റംസ് ഞങ്ങൾക്ക് സുഖമായി നിന്ന് കാണാൻ പറ്റും. കാര്യം കുറച്ച് വെയിലൊക്കെ ഉണ്ടായിരുന്നാലും ഒരു അരമണിക്കൂറൊക്കെ ഉണ്ടായിരുന്നുള്ളൂ വെയിൽ തട്ടുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് നല്ല തണലായി. പിന്നെ ഓരോ ഐറ്റംസ് ഒക്കെ നിന്ന് സുഖമായി നിന്ന് കണ്ടു. ഒരു തടസ്സങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമായത്, എനിക്ക് മോനും ഇഷ്ടമായത് ഈ സംഭവമാണ് കേട്ടോ. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കാണാൻ നല്ല ഇങ്ങനെ കണ്ണെടുക്കാൻ തോന്നില്ല അതിൻ്റെ മുഖത്തു നിന്നൊക്കെ. പിന്നെ അപ്പോൾ ഇത്തിരി ഇരുട്ടായപ്പോൾ ഒരു ലൈറ്റൊക്കെ ഇട്ടിട്ട് അതിന് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നുണ്ട് അവരിങ്ങനെ മാറ്റി നിർത്തിയേക്കിരുന്നു ലാസ്റ്റത്തേക്ക് വരാൻ വേണ്ടിയിട്ട്. നല്ല രസമുണ്ടായിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് ഇരുട്ടായപ്പോൾ അവിടെ അമ്പലത്തിൽ അതേ കണ്ടില്ലേ വിളക്കൊക്കെ ഇങ്ങനെ വിളക്കിൻ്റെ ലൈറ്റ് അറേഞ്ച്മെൻ്റ് ഒക്കെ കണ്ടില്ലേ, നല്ല രസമുണ്ടായിരുന്നു അത് കാണാൻ. അത് കഴിഞ്ഞ് ലാസ്റ്റ് പിന്നെ ഫയർ വർക്ക്സ് ഉണ്ടായിരുന്നു. അത് നല്ല ഗംഭീരം പൊട്ടലായിരുന്നു കേട്ടോ. കാരണം അതിൻ്റെ തീയൊക്കെ അതിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ തീയിൻ്റെ ഇതൊക്കെ തലയിൽ വന്ന് വീണായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് അവിടെ നിന്ന് പിന്നെ മാറി നിന്നു കണ്ടു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഗാനമേളയുടെ അനൗൺസ്മെൻ്റൊക്കെ വന്നു. അപ്പോൾ അതേ എൻ്റെ മോൻ അവിടെ നിന്ന് ഗംഭീര ഡാൻസാണ്. പിന്നെ മോൻ കളിക്കുന്നിട്ട് 2-3 പിള്ളേരൊക്കെ അവിടെ നിന്ന് വന്ന് ചാടി കളിക്കണമൊക്കെ ഉണ്ട്. എല്ലാവരും നിന്ന് നോക്കുമായിരുന്നു. ഭയങ്കര ഇഷ്ടമായി. എല്ലാവരും അവസാനം കൈയൊക്കെ കൊടുത്ത് മോനെ നന്നായിട്ടിട്ട് ആ ഡാൻസ് എന്നൊക്കെ പറഞ്ഞു. അവന് ഭയങ്കര സന്തോഷമായി. അവന് അവിടുന്ന് പോരാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്നാലും നേരം വൈകിക്കൊണ്ട് അവിടുന്ന് പോകുന്നു. പിന്നെ പിറ്റേ ദിവസം അമ്മയുടെ വീടിൻ്റെ അടുത്തുള്ള അമ്പലത്തിലാണ് കേട്ടോ, കരുവന്തലയാണ്. അവിടെ വേല മഹോത്സവമാണ് കേട്ടോ. കുംഭഭരണിയുടെ പിറ്റേ ദിവസമായിരുന്നു. അവിടെ വേലയും ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി ഞങ്ങൾ കുറച്ച് നേരം നിന്ന് കണ്ടു. നല്ല ചൂടായിരുന്നു, എന്നാലും അത് കാണാനുള്ള ആഗ്രഹം കൊണ്ട് ഞങ്ങൾ പോയതാണ് കേട്ടോ. അപ്പോൾ എല്ലാ കൊല്ലം പോകാറില്ല തന്നെയാണ്. അപ്പോൾ പല വെറൈറ്റി സാധനങ്ങളും ഉണ്ടായിരുന്നു ഇപ്രാവശ്യം. കാവടി, അതുകൂടാതെ ഈ എന്താ പറയുക ഭൂതങ്ങളുടെ വേഷമൊക്കെ കെട്ടിയിട്ടുള്ള ഇതുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ ശരിക്കും പേടിച്ചു. പക്ഷേ നല്ല രസമുണ്ട് കാണാനൊക്കെ. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഇവരുടെ ഈ 2 പേരുടെ ഡാൻസാണ് കേട്ടോ. ഈ പിങ്ക് മുണ്ടെടുത്ത 2 ആൾക്കാരാണ് കേട്ടോ. ഒരു ചേട്ടനും വേറൊരു ഉണ്ണിയാണ്. അപ്പോൾ അവർ അവരുടേതായ ഒരു ലോകത്ത് നിന്ന് കളിക്കുകയാണ് കേട്ടോ. കൊട്ട് ഒക്കെ അപ്പുറത്ത് നടക്കണേലും ഞാനും മോനൊക്കെ ഇവരെ നോക്കിയിട്ടാണ് നിൽക്കണ്ടായിരുന്നു കേട്ടോ. കാരണം നല്ല രസമുണ്ടായിരുന്നു. അവർ വേറെ ഒന്നും ചിന്തിക്കണില്ല, വേറെ ഒന്നും നോക്കണില്ല. അടിപൊളിയായിട്ട് ആ താളത്തിനനുസരിച്ച് പല പല വെറൈറ്റി സ്റ്റെപ്പുകളൊക്കെ ഇട്ടിട്ടാണ് ഡാൻസ് കളിച്ചായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അങ്ങനെ അതൊക്കെ നോക്കി നിന്നു. പിന്നെ കുടയൊക്കെ പിടിച്ച് നിന്ന കാരണം വലിയ ചൂട് ഒന്നും ഏറ്റില്ല. പിന്നെ മാസ്കൊക്കെ വെച്ചിട്ടാണ് പോയത്. പൊടിയും അലർജിയുള്ള കാരണം അതൊക്കെ വെച്ചിട്ടാണ് പോയത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് കുംഭഭരണിക്ക് ഏത് പൂരാണ്, ഏത് അമ്പലത്തിലാണെന്ന് പറയണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബായ്.